ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വേൾഡ്. ഇന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നല്ല കറുമുറ പക്കാവട സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതേ സെയിം അളവിൽ തന്നെ നമുക്ക് വറുത്ത അരിപ്പൊടിയും കൂടി ആവശ്യമുണ്ട്. കടലമാവും അരിപ്പൊടിയുമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടും ഒരേ അളവിലെടുത്തതിന് ശേഷം നമ്മൾ അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അതിനുശേഷം 3 അല്ലി വെളുത്തുള്ളിയും പെരിഞ്ജീരകവുമാണ് നമുക്ക് വേണ്ടത്. പെരിഞ്ജീരക പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും എരിവിനാവശ്യമായ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വെളുത്തുള്ളിയും പെരിഞ്ജീരകവും മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കുന്നത്. പെരിഞ്ജീരക പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാതെ വെളുത്തുള്ളിയുടെ ആ അല്ലിയൊന്നും നമ്മൾ പക്കാവടയിലേക്ക് ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം കുറവ് തോന്നുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ ഒന്നും കൂടി വെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ മാവ് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ഈ മാവ് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. നമ്മൾ സേവാനാഴിയിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ സേവാനാഴിയിലാണ് നമ്മൾ ഈ പക്കാവടയും തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്, സിമ്പിളാണ്. ഇനി നമുക്ക് മാവ് ഒരു മയം വരുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ സേവാനാഴി എടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ച് കണ്ടോ, നമ്മൾ സേവാനാഴി വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു അച്ച് കണ്ടിട്ടുണ്ടോ, 4 വെട്ടുള്ളൊരു അച്ച്. ആ ഒരു അച്ചാണ് നമുക്ക് പക്കാവട തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിന് നമ്മൾ മാവ് സേവാനാഴിയിൽ നിറയ്ക്കും പോലെ തന്നെ നമുക്കത് അടച്ച് റെഡിയാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ഇതൊന്ന് ഇതേപോലെ ആക്കി കൊടുക്കുന്ന സമയത്ത് അതങ്ങ് കട്ടായിക്കോളും. കണ്ടോ, നമ്മൾ എങ്ങനെയാണോ ഇടിയപ്പത്തിന് മാവ് പിഴിയുന്നത് അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യണം. ഉടനെ തന്നെ നമ്മളിത് തിരിച്ചിടരുത്. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് പക്കാവട റെഡിയാക്കാനായിട്ട്. പക്കാവട ഒന്ന് കട്ടിയായി തുടങ്ങും. ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പക്കാവട ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ തിരിച്ചിടാൻ എടുക്കുന്ന സമയത്തിന് ചെറിയൊരു കട്ടി വരും ആ മാവിന്. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ പക്കാവട ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി മൂപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് റെഡ് കളറിലും എടുക്കാൻ പറ്റും, ലൈറ്റ് കളറിലും എടുക്കാം. അപ്പം നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇത് കുറച്ചൊന്ന് നമ്മൾ മൂപ്പിച്ചിട്ടുണ്ട്. ലൈറ്റ് റെഡ് കളറിലും എടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് അടുത്തതും ഇതേപോലെ പിഴിഞ്ഞൊഴിക്കാം. ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്നങ്ങ് വീണോളും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഒടിച്ചു കൊടുക്കാം. ഇത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. അടുത്തത് എടുക്കുന്നത് നമുക്ക് ലൈറ്റ് റെഡ് കളറിലെടുക്കാം. അപ്പം നമ്മൾ അടുത്തതും റെഡി ആക്കിയിട്ടുണ്ട്. ഒരു സൈഡ് അത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ,
നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും ഇതേപോലെ പക്കാവട റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പക്കാവടയിൽ ഇതേപോലെ കറിവേപ്പില കാണുമല്ലോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. കണ്ടോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പക്കാവടയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്.